السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ബഹുമാനികളായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇസ്ലാമിൽ കന്നിമൂല എന്നത് ഒന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, പല പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാർ ഇസ്ലാമിൽ അങ്ങനെയൊന്നില്ല, കന്നിമൂല എന്നത് ഇസ്ലാമിലില്ല എന്ന് പ്രഭാഷണം നടത്തുന്നതായി നമ്മൾ പലരും കേട്ടവരാണ്. അതേ സമയത്ത് തന്നെ വലിയ വലിയ പണ്ഡിതന്മാരും സാദാത്യങ്ങളും കന്നിമൂല എന്നതിനെക്കുറിച്ച് അവർ പറയാറുണ്ട്. ആ കന്നിമൂലയിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കണമെന്ന് വലിയ വലിയ സാദാത്യങ്ങൾ തന്നെ വീട്ടിലേക്ക് കുറ്റിയടിക്കുമ്പോഴും അതുപോലെ തന്നെ പ്ലാൻ ഉണ്ടാക്കുമ്പോഴും അതുപോലെ യാദൃശ്ചികമായി അവർ വീട് സന്ദർശിക്കുമ്പോഴൊക്കെ പറയുന്നതായി പലയിടങ്ങളിൽ നാം കാണാറുണ്ട്. എന്നാൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നമുക്കൊന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് പരസ്പരം വൈരുദ്ധ്യമല്ലേ എന്ന ഒരു സ്വാഭാവിക സംശയം നമുക്കുണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് ഒരല്പം മനസ്സിലാക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം ദീൻ എല്ലാ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെയും എതിർത്ത ഒരു മതമാണ്. അപ്പോൾ ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം അതിലേക്ക് കടത്തിക്കൂട്ടാനോ ഉള്ള ഒരു കാര്യത്തെ നിഷേധിക്കാനോ ഉള്ള അധികാരം നമുക്ക് ആർക്കുമില്ല. ഇസ്ലാം ഏതൊരു മേഖലയിലും ഏതൊരു വിഷയത്തിലും വ്യക്തവും സ്പഷ്ടവുമായ നിലപാടാണ് ഇസ്ലാമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നാം പഠിക്കുമ്പോൾ ഇവിടെ കന്നിമൂല എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ കന്നിമൂല എന്നതില്ല എന്ന് പറയുന്ന ആ കാര്യം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സഹോദര മതക്കാരാകുന്ന ഹൈന്ദവരാകുന്ന ആളുകൾ, അമുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തുന്ന നിലക്കുള്ള ഒരു കന്നിമൂല അല്ലെങ്കിൽ അവർ വെച്ചു പുലർത്തുന്ന വിശ്വാസമായ ഒരു കന്നിമൂല അതൊരിക്കലും ഇസ്ലാമിലില്ല എന്നതാണ് വാസ്തവം. എന്താണ് അവരുടെ വിശ്വാസം? അവർ ഒരു വീടിൻ്റെ 4 ഭാഗങ്ങളെ 4ആയി തരംതിരിച്ചുകൊണ്ട് അതിൽ തെക്ക് അതുപോലെ തന്നെ പടിഞ്ഞാറ് മൂല ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ഭാഗത്തിനെയാണ് അവർ കന്നിമൂല എന്ന് പറയാറ്. നമ്മളും അത് തന്നെയാണ്, കന്നിമൂല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പക്ഷെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസപ്രകാരം വാസ്തുപുരുഷൻ എന്ന ഒരു വിശ്വാസം, ഒരു സങ്കല്പം അവരിലുണ്ട്. അതായത് നിങ്ങൾ പലരും കണ്ടിരിക്കാം, വാസ്തുപുരുഷൻ എന്ന ഒരു ചിത്രം, ഒരു രൂപം അതിങ്ങനെ മലർന്ന് കിടന്നതായി. അതിൻ്റെ തലഭാഗം ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയിലും അതുപോലെ തന്നെ അതിൻ്റെ 2 കൈകൾ 2 ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ കാലുകൾ ഒരു ഭാഗത്തും. അപ്പം നേരെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അവരുടെ വാസ്തുപുരുഷൻ്റെ തല വെച്ചതായും അതിൻ്റെ നേരെ പിൻവശത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തിൽ, അതായത് കിഴക്ക് വടക്ക് മൂല, ആ മൂലയിൽ അതിൻ്റെ കാല് വരത്തക്ക നിലക്ക് ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള അവർ പറയുന്നത് ആ തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ കന്നിമൂലയിൽ വാസ്തുപുരുഷൻ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് വാസ്തുപുരുഷനെ കോപിക്കുകയും
അവനിക്ക് ദ്വേഷം പിടിക്കുകയും അതുമൂലം ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമുക്ക് ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് ഹൈന്ദവ സഹോദരങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത് തീർച്ചയായും തികച്ചും ഇസ്ലാമിക വിശ്വാസവുമായി നോക്കുമ്പോൾ തെറ്റാണ്. ഇങ്ങനെയുള്ള ഒരു വിശ്വാസം നാം വെച്ചു പുലർത്തരുത്. ഇതാണ് അവരുടെ വിശ്വാസം. എന്നാൽ നാം പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഈ കന്നിമൂലയെക്കുറിച്ച് ചില വിഷയങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ പാടില്ല എന്ന് പറയുന്നത് ഈ വിശ്വാസപ്രകാരമല്ല. നാം ഇത് ശരിക്കും രണ്ടും രണ്ടായി മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിലുള്ള അവരുടെ കാഴ്ചപ്പാട്? അവർ പറയുന്ന കാര്യങ്ങൾ അത് തീർത്തും സത്യമാണ്, മാത്രമല്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് കന്നിമൂലയിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. ഏതാണത്? പ്രത്യേകിച്ചും ഈ കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് മൂലക്കാണ് ഈ കന്നിമൂല എന്ന് പറയാം. ആ മൂലയിൽ പ്രത്യേകിച്ചും നാം ശ്രദ്ധിക്കേണ്ട 3 വിഷയങ്ങളുണ്ട്. ആ 3 വിഷയങ്ങളും വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും നാം മനസ്സിലാക്കിയതും നമുക്ക് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചെന്ന കാര്യമാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ ഒരു തെറ്റുമില്ല. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഗുണം തന്നെയാണ്. അതിൽ യാതൊരു തെറ്റോ അല്ലെങ്കിൽ മോശമോ ഇല്ല. ഏതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്നാമതായും കൊണ്ട് ഈ തെക്ക് പടിഞ്ഞാറ് മൂല, അതായത് നാം സാധാരണയിൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന കന്നിമൂല, ഈ കന്നിമൂലയിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് അവിടെ ആ ഭാഗത്തിലൂടെ, അല്ലെങ്കിൽ തെക്ക് ഭാഗത്തിലൂടെ വീട്ടിൻ്റെ മുൻവശം ഉണ്ടാക്കാൻ പാടില്ല. വീടിൻ്റെ മുൻഭാഗം തെക്ക് ഭാഗത്തിലൂടെ, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിലൂടെയോ തെക്കിലൂടെയോ ഉണ്ടാക്കാൻ പാടില്ല. വീടിൻ്റെ മുൻവശം തെക്ക് ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെക്ക് പടിഞ്ഞാറ് മൂല എന്നത് ശാസ്ത്രീയമായി ഒരു യാഥാർത്ഥ്യം തെളിയിക്കപ്പെട്ടതാണ്. അതായത് നമ്മുടെ കേരള കർണാടക ഭാഗത്തൊക്കെ കാറ്റടിച്ച് വീശുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ്. തെക്കൻ കാറ്റാണ്. നമ്മുടെ കേരള കർണാടക ഭാഗത്തൊക്കെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിലുള്ള കാറ്റാണ് കൂടുതലായി നമുക്കടിച്ച് വീശുന്നത്. അതുകൊണ്ട് ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ആ ഭാഗത്തിലൂടെ നാം എന്താക്കാൻ പാടില്ല, വീടിൻ്റെ മുൻവശം അവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നാം സാധാരണ പറയാറുണ്ട്. അല്ലെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാർ, സാദാത്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നതായി നാം കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഈ തെക്ക് ഭാഗം എന്ന് പറയുന്നത്, നാം ഒരു മുസ്ലിമായ മനുഷ്യൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, അതായത് കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ തെക്ക് എന്നത് അവൻ്റെ ഇടഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ ഇടഭാഗം എന്നുള്ളത് ഇസ്ലാമികമായി നാം നോക്കുമ്പോൾ ഏതൊരു നല്ല കാര്യത്തിനും ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത് വലത്തേ ഭാഗമാണ്. ഇടത്തെ ഭാഗത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ വലത് മുന്തിക്കണം എന്നാണല്ലോ നാമൊക്കെ പറയാറ്. അതുപോലെ തന്നെ ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ, അവൻ തുപ്പുന്ന സമയത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. അതുപോലെ തന്നെ അവൻ്റെ വലത്തെ ഭാഗം, അതായത് വടക്ക് ഭാഗം, ആ ഭാഗത്തേക്കും തുപ്പാൻ പാടില്ല. അവൻ ഇടത് ഭാഗത്തേക്ക് തുപ്പണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമികമായി ഏതൊരു നല്ല കാര്യത്തിനും അവിടെ വലഭാഗം മുന്തിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെക്ക് ഭാഗം എന്നുള്ളത് പടിഞ്ഞാറിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടഭാഗമാകുന്നത് കൊണ്ട്, അപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നത്, അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശം അത് തെക്ക് ഭാഗം ആവാതിരിക്കൽ നല്ലതാണ് എന്ന ഒരു പരിഗണന വെച്ചിട്ടാണ് തെക്ക് ഭാഗത്തേക്ക് വീടിന് മുൻവശം വരാൻ പാടില്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറയാനുള്ള കാരണം. അപ്പോൾ ഇതാണ് ഒന്നാമതായി ഒരു കാര്യമായി നാം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ആ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ കന്നിമൂലയിൽ കിച്ചൺ വരാൻ പാടില്ല എന്ന് നാം കേൾക്കാറുണ്ട്. കിച്ചൺ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ. എന്താണ് ഇത് അങ്ങനെ പറയാനുള്ള കാരണം? അത് പറയാനുള്ള കാരണം നേരത്തെ നാം പറഞ്ഞതുപോലെയുള്ള ആ ഹൈന്ദവരുടെ വിശ്വാസപ്രകാരമുള്ള വാസ്തുപുരുഷൻ അവിടെ ഉള്ളത് കൊണ്ടല്ല, ആ വിശ്വാസപ്രകാരമല്ല, മറിച്ച് അവിടെ കിച്ചൺ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ
നമ്മുടെ ഭാഗത്തൊക്കെ കാറ്റടിച്ച് വീശുന്ന ഭാഗമാണ് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ. കേരള കർണാടക ഭാഗത്തൊക്കെ തെക്ക് പടിഞ്ഞാറ് കാറ്റാണ് അടിച്ചു വീശുന്നത്. അപ്പോൾ ആ ഭാഗത്ത് കിച്ചൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പിന്നെന്താകും, ആ ഭാഗത്ത് കിച്ചൺ ഉണ്ടാക്കി അവിടെ തീ കത്തിക്കുമ്പോൾ ഈ തീ കത്തുന്നതിന് അല്ലെ തീ കത്തിക്കുന്ന സമയത്ത് അതിന് പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശുമ്പോൾ ആ കാറ്റിൻ്റെ പ്രഹാരത്തിന് അനുസരിച്ച് ഇവിടെ തീ കത്തിക്കാൻ പ്രയാസമാകും എന്ന ഒരു കാരണം വെച്ചിട്ടാണ് അവിടെ പിന്നെന്താക്കാൻ പാടില്ല, കിച്ചന് വേണ്ട എന്ന് പറയാൻ കാരണം. അതുപോലെ മാത്രമല്ല, ആ ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശുമ്പോൾ പിന്നെ മോശമായ പിന്നെ സ്മെല്ല്, വാസനയൊക്കെ അടിച്ചു വീശാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ഭാഗത്ത് കിച്ചന് വന്നാൽ അത് നമുക്ക് ആരോഗ്യപരമായി അല്ലെങ്കിൽ നാം ഉണ്ടാക്കുന്ന ഫുഡിന് ഒക്കെ അതിന് പ്രയാസം, അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാരണം കൊണ്ടാണ് അവിടെ കിച്ചൺ പാടില്ല എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ മറ്റുള്ള ആ വിശ്വാസപ്രകാരമല്ല എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഭാഗത്ത് പാടില്ല, അതായത് തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ കന്നിമൂലയിൽ പാടില്ല എന്ന് പറയുന്ന മറ്റൊരു കാര്യം പിന്നെ ബാത്റൂമാണ്. ബാത്റൂമും ആ ഭാഗത്ത് പാടില്ല എന്ന് നാം സാധാരണ പറയാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ടല്ലോ. എന്തേ കാരണം? അതും ഇതേ കാരണമാണ്. ആ ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശുമ്പോൾ അവിടെ ബാത്റൂമ് ടോയ്ലറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കാറ്റ് ഈ ടോയ്ലറ്റിലേക്ക് ബാത്റൂമിലേക്ക് വന്നുകൊണ്ട് ബാത്റൂമിലുള്ള പിന്നെ ആ മോശമായ ഗന്ധം, വാസന വീട് മുഴുവൻ അത് സ്പ്രെഡാവാനും പിന്നെ അത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ കാരണമാകും. അത് കാരണമായി അത് നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും എന്ന ഒരു കാരണം കൊണ്ടാണ് ആ ഭാഗത്ത് ബാത്റൂമോ ടോയ്ലറ്റോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇത്തരം ഒരു കാരണം, ഇത് യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതൊരു ശാസ്ത്രീയപരവും ബുദ്ധിപരവുമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇസ്ലാമിന് അന്യമായ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന ഒരു കാര്യവുമില്ല. ഇത് തന്നെയാണ്, ഈ ഒരു കാരണം വെച്ചിട്ടാണ് ഈ കന്നിമൂല എന്നത് നമ്മുടെ ആലിമീങ്ങൾ പറയാനുള്ള കാരണം. അല്ലാതെ മറ്റു വിശ്വാസപ്രകാരമല്ല. ആ വിശ്വാസം വെച്ച് പുലർത്താൻ നമുക്ക് സാധ്യവുമല്ല, പാടില്ലാത്തതുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്. അല്ലാഹു തആല സത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു നല്ല ഒരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.